സൗദി അറേബ്യയിൽ മിസൈൽ അവശിഷ്ടം വീണ് 2 പേർ മരിച്ചു, 12 പേർക്ക് പരിക്കേറ്റു. മരിച്ചവരുള്ള ഇന്ത്യക്കാരനാണ്. സൗദിയിലെ അൽ ഖർജിലെ റെസിഡൻഷ്യൽ മേഖലയിലാണ് ഇറാൻ അയച്ച മിസൈൽ വീണത്. മരിച്ച രണ്ടാമത്തെ ആളും പരിക്കേറ്റവരും ബംഗ്ലാദേശ് സ്വദേശികളാണ്. സുരേഷ് വെള്ളിമുറ്റം വിവരങ്ങളായിരുന്നു. സുരേഷ്, ആക്രമിക്കില്ല എന്നൊക്കെ ഇറാൻ പറഞ്ഞിട്ട് പിന്നെ വാക്ക് ലംഘിക്കുകയാണല്ലേ? ഇറാന്റെ വാക്കുകൾ പൂർണ്ണമായും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇന്നലെ രാത്രിയും ഇന്നും പകലും ഇന്നിപ്പോൾ ഒടുവിലായിട്ട് വരുന്ന ഈ ആക്രമണ വാർത്തകളും വരുന്നത്. സൗദി അറേബ്യയിലാണ് 2 പേർ മരിച്ചത്, 12 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അൽ ഖർജ് ഗവർണറേറ്റിലാണ് സംഭവം ഉണ്ടായത്. ജനവാസ മേഖലയാണ് ഈ അൽ ഖർജിലെ ആളുകളൊക്കെ കൂട്ടത്തോടുകൂടി താമസിക്കുന്നതും വലിയ ഫ്ളാറ്റുകളൊക്കെ ഉള്ള സ്ഥലമാണ്. ഈ മിസൈലിന്റെ അവശിഷ്ടം വീണ് 2 പേർ സംഭവ സ്ഥലത്ത് വെച്ച് മരിച്ചു, 12 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ ചിലരുടെ നില ഗുരുതരമാണ് താനും. മരിച്ച ആള് നേരത്തെ നിമിഷം പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യക്കാരനാണ് ഒരാള്, മറ്റേ ആള് പാകിസ്ഥാൻ സ്വദേശിയാണ്. പരിക്കേറ്റ 12 പേരും പാകിസ്ഥാൻ സ്വദേശികളാണ് എന്നുള്ളതാണ് വിവരം. ഒരു പ്രമുഖ ക്ലിനിക്കിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് ഇവരെല്ലാവരും തന്നെ. അവര് താമസിച്ചിരുന്ന ഒരു സ്ഥലത്താണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. ഏതായാലും ജനവാസ മേഖലകളെയും ഒക്കെ ഇപ്പോൾ ഇറാൻ ലക്ഷ്യം വെക്കുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ സിവിലിയൻ ആളുകൾക്കൊക്കെ ഇത്തരത്തിലുള്ള ദുരന്തം ഏറ്റുവാങ്ങേണ്ടി വരുന്നു എന്നുള്ളതാണ് ഈ ആക്രമണം വ്യക്തമാക്കുന്നത്. ശരി. ഗൾഫ് രാജ്യങ്ങളെ തങ്ങൾ ആക്രമിക്കില്ല, ഇതുവരെ നടന്നതിന് മാപ്പ് ചോദിച്ചുകൊണ്ടൊക്കെയാണ് കഴിഞ്ഞ ദിവസം ഇറാൻ പ്രസിഡന്റ് പെഷസ്കാൻ കാര്യങ്ങൾ പറഞ്ഞത്. പക്ഷേ ആ വാക്കുകൾ അവർ ലംഘിക്കുന്നു എന്നതാണ് വീണ്ടും തുടരുന്ന ആക്രമണങ്ങൾ. ഇപ്പോൾ സൗദി അറേബ്യയിലുണ്ടായ ആക്രമണത്തിൽ മിസൈൽ അവശിഷ്ടങ്ങൾ വീണ് 2 പേർ മരിച്ചു, അതിൽ ഒരാൾ ഇന്ത്യക്കാരനാണ് എന്ന വിവരമാണ് പുറത്തു വരുന്നത്.